എടാ ജാക്കിയെ നീ ഇല്ല ടി വി ഒന്ന് ഓണാക്കടാ. ടി വി ഓണാക്കാനാ? ടി വി എന്തിനാ ഓണാക്കണ? എടാ ജാക്കിയെ നീ പറയണ കേക്കടാ, ടി വി ഒന്ന് ഓണാക്കടാ. ടി വിയിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സാധനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സാധനം അതിപ്പോൾ എന്ത് സംഭവമാണെന്ന്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് എന്തായാലും ടി വി അങ്ങ് ഓണാക്കാം കേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പം ടി വി ഓണാക്കിയേക്കാണ്. അല്ല, ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലേ? ആടാ ജാക്കിയ, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ, ഇത് നമ്മുടെ ഫ്രാങ്ക്ലിനാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ പിന്നെ ഏറ്റവും പുതിയതായിട്ടൊരു സാധാരണ ഒരു പഴയ ഒരു പോലീസിൻ്റെ കാറുകളൊക്കെ മേടിച്ചിട്ട് ആ വണ്ടി മൊത്തത്തിൽ മോഡിഫൈ ചെയ്ത് വേറെ ലെവലാക്കി ഒരു മോൺസ്റ്റർ കാറാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ താണ്ട് ഒരു സാധാരണ പോലീസുകാരുടെ വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് അതിനെ മൊത്തത്തിൽ കട്ടയ്ക്ക് മോഡിഫൈ ചെയ്തെടുത്ത കേട്ടാ. എടാ ജാക്കിയെ, നമുക്ക് ഇതേപോലത്തെ ഒരു വണ്ടി എടുത്താലാ? ആ ജെയിംസ് ഏട്ടാ, അനിപ്പെന്ത് ഫ്രാങ്ക്ലിൻ എടുത്തത് നോർമലായിട്ടൊരു വണ്ടിയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ ഇവ നല്ല രീതിക്ക് പണി ഇറക്കിയിട്ടുണ്ട് കേട്ടാ, നല്ല രീതിക്ക് പൈസ ഇറക്കിയിട്ടൊന്നുണ്ട് കേട്ടാ. എന്തായാലും ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് കേട്ടാ. അതെ ജെയിംസ് ഏട്ടാ, എനിക്ക് ഈ വണ്ടി ഇതേപോലെ ആക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു പുതിയൊരു കിടിലെ വണ്ടി അങ്ങ് സെറ്റാക്കി എടുക്കുക ഇതേപോലത്തെ. ചേട്ടപ്പോൾ ഒരു കാണിച്ച് ഇവിടെ വെയിറ്റ് ചെയ്തില്ലേ. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഓക്കെ, ജാക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഓക്കെ, ഫ്രാങ്ക്ലിനും കണക്ക് പുതിയതായിട്ടൊരു നോർമലായിട്ടൊരു പോലീസിൻ്റെ കാർ എടുത്തിട്ട് അതിനെ മൊത്തം കട്ടയ്ക്ക് മോഡിഫൈ ചെയ്തൊരു മോൺസ്റ്റർ കാറാക്കി മാറ്റിയിടുന്നവരുണ്ട് കേട്ടാ. നമുക്കും അതേപോലെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. അല്ല, ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസിന് വണ്ടി ഉണ്ടാക്കും, അതാണ് ഞാൻ ആലോചിക്കണം. ഓക്കെ, സാധാരണ ഒരു കാറൊക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷിങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. ഒരു പോലീസിൻ്റെ കാറുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ആക്കണം കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു പോലീസ് കേസ് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ വണ്ടിക്ക് എന്തായാലും നല്ല രീതിക്ക് ഡാമേജ് വരും കേട്ടോ. പിന്നെ ഇവിടുത്തെ പോലീസുകാരന്മാരെ അറിയാമല്ലോ. ഓക്കെ, ഇവന്മാർ ഇത്തിരി ശരിയല്ലേ, അതുകൊണ്ട് റോട്ടിൽ നിന്നും പിന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും വണ്ടി അടിച്ചാലുണ്ട്. അതല്ലാതെ നമ്മുടെ മാനേജർ ഓക്കെ, മാനേജറിനോട് ഒന്ന് കാര്യം ഒന്ന് സംസാരിച്ച് നോക്കാം കേട്ടാ. പുള്ളി എന്തെങ്കിലും ഒരു വഴി നമുക്ക് പറഞ്ഞുതരും കേസ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ഇല്ല, നേരെ നമ്മുടെ മാനേജറിൻ്റെ കാർ ഷോറൂമിലോട്ട് എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ മാനേജറുകളൊക്കെ ഇവിടെ തന്നെ എന്തായാലും നിൽപ്പുണ്ട് കേട്ടാ. അത് മാനേജറേട്ടാ, എനിക്കാണെങ്കിലും ഒരു അർജൻറ്റായിട്ടൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട് കേട്ടാ. ചേട്ടൻ്റെ കയ്യിലാണെങ്കിലല്ലേ പോലീസിൻ്റെ കാറുകളൊക്കെ പറഞ്ഞാൽ തരാനായിട്ട് പറ്റുമോ? എടാ ജാക്കിയെ, നീ എന്തിട്ടാ പറഞ്ഞ പോലീസിൻ്റെ കാറാ? എടാ പോലീസിൻ്റെ കാർ ഇപ്പം കിട്ടാൻ പാടാണല്ലോ. ഇതാരും എൻ്റെ ബാക്കിൽ നിന്ന് അടിക്കണ? അത് ശരി, ഇപ്പം ഇവിടെ നിന്ന് പോലീസ് ഇറങ്ങുന്ന? അയ്യോ, ഞാൻ അറിയാതെ കേസ് ഒരു പോലീസിൻ്റെ ആളെ ഇടിച്ചിട്ട് കേട്ടോ. അത് മാത്രമല്ല കേസ്, ഞാനാണെങ്കില്ല അറിയാതെ ഒരാളെ ഇടിച്ചിട്ടാണ് ഇപ്പോഴൊക്കെ. അതുകൊണ്ട് എല്ലാം കൂടെ ആയിരിക്കും യുവമാരെ ഇളവി വന്നില്ല കേട്ടാ. എന്നെ അടിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം? ഓക്കെ, പോടാണെന്ന്. അല്ല പിന്നെ പോടാ ഇവനെ അടിച്ച് തീർക്കാം കേസ്. ഓക്കെ, ചാവടാ അങ്ങോട്ട്, ചാവടാ. വെറുതെ ഒരു കാര്യമില്ലാതൊന്നും അടിക്കണം. ഞാൻ അറിയാതെ തട്ടിയതാണ് കേട്ടോ. ഒരു പോലീസുകാരനെ പിന്നെ ഒരാളെ അറിയാതെ അടിച്ചിട്ടേ. ഓക്കെ, അതിനാണ് ഇവന്മാരിപ്പോൾ ഇളവി വന്നതല്ലോ. ഓക്കെ, ചാവടാ. അവൻ നമ്മളെയാണ് അടിക്കാൻ നേണ. മാനേജറായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലില്ലേ, എനിക്കാണെങ്കിൽ ഇപ്പം അത്യാവശ്യമായിട്ടൊരു പോലീസിൻ്റെ കാർ സെറ്റാക്കി തരോ? പോലീസിൻ്റെ കാറാ? എടാ ജാക്കിയ, നിനക്ക് ഇപ്പം എന്തിനാടാ പോലീസിൻ്റെ കാറ്? അതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു പോലീസിൻ്റെ കാർ വേണം. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഏറ്റവും പുതിയതായിട്ട് ഒരു പോലീസിൻ്റെ കാറ് കണക്ക് കട്ടയ്ക്ക് എന്തായാലും വില കുറച്ച് മേടിച്ചിട്ട് നല്ല അടിപൊളി വലിയ ടയറൊക്കെ വെച്ച് ഒരു മോൺസ്റ്റർ ട്രക്ക് പോലെ ആക്കിയെടുത്ത്. തന്നെ. എന്നാൽ ശരി, ഞാൻ നിനക്കാണെങ്കിൽ ഒരു ടാസ്ക് തരാം കേട്ടാ. ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഞാൻ നിനക്കൊരു പോലീസിൻ്റെ കാർ തരാം കേട്ടാ. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മഹീന്ദ്ര താറും കണക്കെന്തെങ്കിലും ഉണ്ട് കേട്ടാ. പക്ഷെ ആ ഒരു താറും കാര്യങ്ങളൊക്കെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അടിച്ചാറ്റിക്കൊണ്ട് കേട്ടാ. അതിപ്പോൾ നമ്മുടെ മറ്റേ ജംഗിളിൻ്റെ അടുത്തൊരു ഹോണ്ടഡ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ കിടക്കാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയിട്ട് ആ വണ്ടി അങ്ങ് എടുത്തിടാ. വണ്ടി എടുക്കാനാ? ഓക്കെ ശരി. ഇവന്മാരൊന്നും ചത്തില്ലടി, ഇവന്മാർക്ക് എന്തിൻ്റെ കേട്ടറാ? ഓക്കെ, ഇവന്മാരെ ഗണ്ണെടുത്തിട്ടാണ് അടിച്ചിട്ടാണ് കാര്യം ചെയ്തത്. ഓക്കെ, ചാവടാ അങ്ങോട്ട്. ഓക്കെ, ഇവനെ എല്ലാണത്തിനും അടിച്ച് നമുക്ക് കീറാൻ കേസ്. ഓക്കെ, ചാവടാ അങ്ങോട്ട്. ഓക്കെ, നമ്മളങ്ങനെ അവനെ എന്തായാലും അടിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ചേട്ടാ, ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി കൊണ്ടുവരാം കേട്ടാ. ആടാ ജാക്കിയെ, കൊണ്ടുവന്നാൽ നിനക്ക് പോലീസിന് വണ്ടി കിട്ടും, അത്രേ ഉള്ളൂ. നീ കൊണ്ടുവന്നാൽ മതി. ചേട്ടാ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ എന്തായാലും ജംഗിളിൻ്റെ അടുത്തുള്ള ആ ഒരു ഹോണ്ടഡ് ഹൗസിലോട്ട് പോവാം കേട്ടാ. ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും ജംഗിളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതാണ് കേസ് ജംഗിൾ എന്ന് വെച്ചാൽ കേട്ടാ. ഈ ജംഗിളിൽ ഇടയ്ക്കായിട്ടൊരു ഹോണ്ടഡ് ഹൗസ് പോലത്തെ ഒരു ഹൗസ് ഉണ്ട് കേട്ടാ. ആ ഒരു ഹൗസിൽ കണക്കാണ് കേസ് ആ ഒരു താറുള്ളതെന്നാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞത് ചേട്ടാ. ആ വണ്ടി എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പോലീസിൻ്റെ കാറ് തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്തുവാണ് ഒരു ഹോണ്ടഡ് ഹൗസിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടാ.
ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ ആ ഒരു ഹൗസ് എന്ന് വെച്ചാൽ കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മൾ ഈ വീട്ടിലോട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പറഞ്ഞത് കേട്ടാ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണം, പിന്നെ എപ്പോഴും ഒന്ന് എടുക്കുക ഗൈസൊക്കെ. എൻ്റെ ഒരു ഡ്രീമാണ് ഗൈസ് അതേപോലെ ഒരു വണ്ടി സെറ്റാക്കി എടുക്കണമെന്ന് കേട്ടാ. ഇതെന്താണ് സീൻ, എൻ്റെ മോനെ പോലീസാ. ഇവന്മാരിപ്പോൾ എവിടെ നിന്നാണ് ഇളവി വന്നത്? ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നേരത്തെ തൊറ്റ കേസ് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടാ. നമുക്ക് നല്ല രീതിക്ക് അടി കിട്ടുന്നുണ്ട് കേട്ടാ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ അകത്ത് ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്യുന്നതായാലും നോക്കാം കേട്ടോ. നമുക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന മൊത്തത്തിൽ എന്തായാലും നോക്കാം കേട്ടാ. ഇവിടെ എവിടെയെങ്കിലൊക്കെ അവന്മാരുണ്ടായിരിക്കും കേട്ടാ. പക്ഷെ എൻ്റെ മോനെ ഇതെന്തോ പണി തീരാത്ത വീടാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ അവിടെ കുമ്പിയൊക്കെ ആയിട്ട് ഇവിടെ കിടക്കാൻ. എൻ്റെ മോനെ ഗൈസ്, അവിടെ ഒരു സിംഹങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടാ. നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും മേളിൽ പോകാം കേട്ടോ. അവിടെ മിക്കവാറും അവന്മാരെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും മേളിലൊക്കെ എത്തിയിടുന്നാലും ഉണ്ടാകട്ടെ. ഇവിടെ അവന്മാരുണ്ടായിരിക്കും എന്തോ. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ ഗുണ്ടകൾ നമുക്ക് എന്തായാലും നിൽപ്പുണ്ട് കേട്ടാ. ഡാ നീ ആറാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ എന്തിനാണ് ഇപ്പോൾ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണം കേട്ടാ. ഡോ, താനൊക്കെ എന്തിനാണോ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി അടിച്ചു പറ്റിയ? ഒരു ഷോറൂം മാനേജറായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി അടിച്ചു പറ്റിയ? അതെന്താന്ന് നമുക്ക് ആ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വണ്ടി അടിച്ചു പറ്റിയ. അതിനിപ്പോൾ നിനക്കെന്ത്? നിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി എന്നല്ലേ ഉള്ളൂ, നിൻ്റെ വണ്ടി എന്നല്ലല്ലോ. നിൻ്റെ വണ്ടിയാണെങ്കിൽ കുറച്ചെങ്കിലും മനസ്സോടെ നമ്മൾ വിട്ടുതരായിരുന്നു. ഇതിപ്പോൾ നിൻ്റെ കൂട്ടുകാരനുണ്ടല്ലേ. എടാ കൊച്ചിറക്കം എവിടെ നിന്ന് പോകാൻ നോക്ക്. ആരാണെന്ന് അറിയണം കേട്ടാ. ഐ ആം ദി ഗ്യാങ്സ്റ്റർ. ഇത്രയേ ഉള്ളൂ കണ്ടാ. ഞാൻ ഇങ്ങനെ പറത്തി അടിക്കും കേട്ടാ. നീ അതിനുമ്പോൾ ബാറ്റൊക്കെ എടുത്താ? അത് കൊള്ളാമല്ലോ. ഓക്കെ, ചാവട അങ്ങോട്ട്, ചാവട. ഇവിടെ ഇപ്പം എല്ലാം പേടിച്ചോടാൻ പോണല്ലോ. ചാവട അങ്ങോട്ട്, ചാവട. ഡോ, നീ നമ്മളടിക്കാറാ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഓടാ, ധൈര്യം തന്നെടാ. എടാ, നീ നമ്മളടിക്കൂടാ. അടിക്കോ? നിനപ്പം എന്ത്? നീയൊക്കെ തീർന്നടാ. ഈ ജാക്കാരാണെന്ന് ഇറങ്ങണം കേട്ടാ. നീ ചത്തില്ലടാ. ഇവൻ ചാവണില്ലല്ലോ. ഇവൻ എന്തുകൊണ്ട് ഇരുമ്പിൻ്റെ ശക്തിയെല്ലാം ഉണ്ടാവും. ഓക്കെ, അവനും കൂടെ ചത്തിട്ടുണ്ട് കേട്ടാ. നീ എന്നെ അടിക്കാറോ കേട്ടാ? ഞാനാണ് ഈ ഗ്യാങ്ങിൻ്റെ ലീഡർ എന്ന് വെച്ചാൽ കേട്ടാ. നിനക്ക് എന്നെ അടിക്കാൻ അത്രയ്ക്ക് ധൈര്യമോ? നീ തീർന്നടാ. ബെസ്റ്റ്. പറഞ്ഞ ആളതാണ്ട് ഇവിടെ താറയിൽ ഇവിടെ വീണിട്ടുണ്ട് കേട്ടാ. അയ്യോ, ഇവിടെ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ടല്ലോ. അത് നമ്മൾ മൈൻഡഡ് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം കേട്ടാ. ഓടിക്കോടാ. ഓക്കെ, നമുക്ക് എന്നിട്ട് നേരെ താഴെ പോകും. എന്നിട്ട് ആ വണ്ടി നേച്ചറങ്ങ് തപ്പാം കേസ്. ഓക്കെ, ഇവിടെ അപ്പോൾ ഞാൻ ഏകദേശം ഒരുവിധം ഈ വീട് മൊത്തത്തിൽ എന്തെങ്കിലും അരിച്ചുറക്കിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും അതേപോലത്തെ വണ്ടിയൊന്നും ഇല്ല കേട്ടാ. ഇവിടെ പിന്നെ താറൊന്നും കാണാനായിട്ടില്ല കേട്ടാ. ഒരു മിനിറ്റ്, എൻ്റെ മോൻ ഈ വണ്ടി ഇവിടെ കിടന്നിട്ടാണ് നമ്മൾ അവിടെ മൊത്തം അരിച്ചുറക്കിയത് കേട്ടാ. നമ്മുടെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ഈ വണ്ടി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗൈസ് ആ മാനേജറിൻ്റെ താറെന്ന് വെച്ചാൽ കേട്ടാ. നമുക്കപ്പോൾ ഈ വണ്ടി അങ്ങനെ നൈസായിട്ട് എടുക്കട്ടെ. എന്നിട്ട് അയാളെ കൊണ്ട് ഈ വണ്ടി തിരിച്ചു കൊടുക്കുക കേട്ടാ. ഈ വണ്ടി തിരിച്ചു കൊടുത്താൽ അയാളെ നമുക്ക് പോലീസിന് വേണ്ടി തരത്തുള്ളൂ കേട്ടാ. ഇവിടെ ഓൾറെഡി പോലീസിന് വേണ്ടി കിടപ്പുണ്ട് കേട്ടോ. അത് വേണ്ട. ഓക്കെ, അത് ശരി. ഇവിടെ സിംഹമൊക്കെ കിടക്കുകയാണല്ലേ. നേരത്തെ ഒരു സിംഹനെ അടിക്കുക വന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ഇതിനെ വണ്ടി ഇടിച്ച് കൊല്ലാം. ഇതൊക്കെ അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേട്ടാ. എടാ സിംഹമേ, തീർന്നടാ നീ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ ഈ വണ്ടി കൊണ്ട് നേരെ അങ്ങ് മാനേജറിൻ്റെ ഷോറൂമിൽ പോകാൻ കഴിച്ചു. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കൊണ്ട് ഇവിടെ എന്തായാലും എത്തിയിടുന്നാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഷോറൂമിൻ്റെ മാനേജറുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടാ. എടാ ജാക്കി, എനിക്കറിയായിരുന്നു കേട്ടോ നീ എൻ്റെ വണ്ടികളൊക്കെ കൊണ്ടുവരുമെന്ന്. താങ്ക്സടാ ജാക്കിയെ, താങ്ക്സടാ. അപ്പം നിനക്കായിട്ടുള്ള പോലീസിൻ്റെ കാറുകളൊക്കെ ബാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതിൻ്റെ സൈറിനാണ് ഇവിടെ കിടന്ന് അടിക്കുന്നത്. താങ്ക് ചേട്ടാ. എടാ ജാക്കി, ആ വണ്ടി നീ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് എടുത്തോ. താങ്ക് ചേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ ഒരു മാനേജറേറ്റനുകളൊക്കെ നമുക്ക് എന്തായാലും ഇല്ലേ ഫ്രീ ആയിട്ട് പോലീസിന് വേണ്ടി തന്നേക്കാണ് കേട്ടാ. മര്യാദയ്ക്ക് ഒരു ചേസ് ഉണ്ടാക്കി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പുതിയ വണ്ടിയാണ്. എനിക്ക് പുതിയ തന്നെ വേണം കേട്ടോ. എനിക്ക് റിപ്പയർ ചെയ്യാനൊന്നും വയ്യ കേട്ടാ. അവന്മാരുടെ സ്ഥിരം എല്ലായിടത്തും ബോധമല്ലാതെ കൊണ്ട് ഇടിച്ചേറ്റ് മൊത്തം പൊളിക്കുന്ന ടീമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേണ്ട അവന്മാരെ വണ്ടി നമുക്ക് വേണ്ട കേട്ടാ. നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ ഇനി ബെന്നിയുടെ ഗാരേജിൽ പോകാം കേട്ടോ. എന്നിട്ട് വണ്ടി മൊത്തത്തിൽ അങ്ങ് കട്ടൊക്കെ അങ്ങ് മോഡിഫൈ ചെയ്ത് സെറ്റപ്പ് ആക്കി നമുക്കങ്ങ് ഇറക്കാം കേസ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഏകദേശം നമ്മുടെ ബെന്നിയുടെ ഗാരേജിലോട്ട് എത്തിയിടുന്നതുണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ലൈക്ക് കേട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ വീഡിയോസാണ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടാ. അപ്പം നമുക്കെന്തായാലും മാക്സിമം ഈ ഒരു വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി ഇറക്കാനായിട്ട് നോക്കാം കേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ കയറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഈ വണ്ടിയിൽ മൊത്തം കട്ടയ്ക്ക് മോഡിഫൈ ചെയ്ത് ഇറക്കാം കേട്ടാ. നമുക്ക് അതിന് ഫസ്റ്റ് എന്തായാലും ബോഡി കളർ ആക്കണം. നമുക്ക് എന്താ കളർ കൊടുക്കാം? ഓറഞ്ച് കൊടുക്കണോ അതോ ബ്ലാക്ക് കൊടുക്കണം? നമുക്ക് ഓറഞ്ച് കൊടുക്കണം. കുറച്ച് വെറൈറ്റി കൊടുക്കാം. ഒരു ഗോൾഡൻ പോലെ ആക്കി എടുക്കാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഗ്ലാസ്സിലെല്ലാം ടിൻറ്റ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഹോണേ വെക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അതൊരു എയർഫോണേ വെച്ചിട്ടുണ്ട്. പിന്നെ വീൽ. ഓക്കെ, വീൽ നമുക്ക് ഏറ്റവും കസ്റ്റമായിട്ടുള്ള വീൽ തന്നെ ഇടാം. ഓക്കെ, ഒന്നും നമുക്ക് ഉറക്കേണ്ട. ഈ വീൽ കാണാൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ വീലാണ് ഒരു മോൺസ്റ്റർ വണ്ടികളാക്കാനല്ല എൻ്റെ പ്ലാൻ. അതുകൊണ്ട് നമുക്ക് ഈ വീൽ ഇടാം കേട്ടോ. അതാ ഈ വീൽ ഇടണോ? ഈ വീൽ മതി കേട്ടോ. ഈ വീൽ മതി. ഓക്കെ, റിമിൻ്റെ കളർ ഓറഞ്ച് കൊടുക്കണം, ബ്ലാക്ക് കൊടുക്കണം. നമുക്ക് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ സസ്പെൻഷൻ. ഓക്കെ, സസ്പെൻഷൻ മൊത്തത്തിൽ അങ്ങ് കൂട്ടാം. ഓക്കെ, അത് പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, വീലിൻ്റെ സൈസ്. ഓക്കെ, വീലിൻ്റെ സൈസ് ഫുൾ അങ്ങ് കൂട്ടിയാൽ. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്യേണ്ട സംഭവം വെച്ചാൽ കേട്ടോ. പക്ഷേ എൻ്റെ പോലെ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നൈട്രോകളൊക്കെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. സ്റ്റിക്കർ വേണ്ട കേട്ടോ. ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ. ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. ഫ്രണ്ടിൽ ഈ സ്റ്റിക്കർ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ വേറെ ഒന്നും വേണ്ട. ബ്രേക്സ് നമുക്ക് റേസിംഗ്
ഡീസിങ് ബ്രേക്ക് വെച്ചാട്ടാ, നൈട്രോങ് ഇൻസ്റ്റാൾ ചെയ്യട്ടോ, ടയർ സ്മോക്ക് നമുക്ക് ഓറഞ്ചിന് കൊടുക്കട്ടെ. അപ്പോൾ വണ്ടി ഇറക്കാം കേസ്. പിന്നെ ഫൈനലി കേസ് നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഇറക്കിയിട്ടെന്തെല്ലാം ഉണ്ട് കേട്ടാ. പോയി വണ്ടി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞു കേട്ടോ. പക്ഷേ ഈ വണ്ടി വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ഈ വണ്ടിക്ക് നൈട്രോയൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസം എന്തായാലും ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോൻ ഈ വണ്ടിക്ക് ഇത്രയും സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര അടിച്ചു കയറ്റിയിട്ടുണ്ട്, ഈ വണ്ടി ഒന്നും മറിഞ്ഞു വീണതില്ല. പറഞ്ഞേ ഉള്ള കേസ്. അപ്പം തന്നെ എന്തായാലും വണ്ടി മറിഞ്ഞു വീണിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. കസ്റ്റം മോഡിഫൈഡ് ആയിട്ടുള്ള ബൊലേറോയുടെ പോലീസിൻ്റെ വണ്ടിയാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയട്ടെ. പക്ഷെ എൻ്റെ മോനെ പൊളിയായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ വീണ്ടും പുതിയ കിടിലെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.